അടുത്തത് ഇൻവല്യൂട്ട് ഓഫ് സ്ക്വയർ. ഇൻവല്യൂട്ട് ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ പോലെ തന്നെ, ട്രയാങ്കിൾ വരെ സ്ക്വയർ വരുമെന്നേ ഉള്ളൂ. സ്ക്വയറിനെ ചുറ്റിന് നമ്മളൊരു സ്ട്രിങ് വൈൻഡ് ചെയ്തിട്ട് അതിനെ തിരിച്ച് അൺവൈൻഡ് ചെയ്യുമ്പം അത് പോയ ആ പാത്തിനെയാണ് ഇൻവല്യൂട്ട് ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ മറ്റേതുപോലെ തന്നെ, മറ്റേ ട്രയാങ്കിളാണ് സ്ക്വയർ ആണെന്ന വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ 25 mm സൈഡുള്ള സ്ക്വയർ വരച്ചിട്ട് നമ്മൾ അതിൻ്റെ ഓരോ സൈഡും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ആദ്യമേ AB നമ്മൾ ആ പെരിമീറ്ററിൻ്റെ ആ ലെങ്ത് വേണം AB എന്നുള്ള ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പം എത്ര വരും? 25 × 4 ചെയ്യുമ്പം 100 വരും. അപ്പം ഈ അറ്റത്തുനിന്ന് 100 mm ഉള്ള ലൈൻ അങ്ങ് വരച്ച്. ഇനി അടുത്തത് ബിന്ന് സി ഉള്ള പോയിന്റിലോട്ട് ഇഷ്ടമുള്ള അത്രയും എക്സ്റ്റെൻഡ് ചെയ്യുക. അതേപോലെ CD എന്നുള്ളത് ഇഷ്ടമുള്ള അത്രയും എക്സ്റ്റെൻഡ് ചെയ്യുക. DAയും എക്സ്റ്റെൻഡ് ചെയ്യുക. കണ്ടോ? അപ്പം ഈ സൈഡ് മാത്രം നമ്മൾ പെരിമീറ്ററിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത് ബാക്കിയെല്ലാം ഇഷ്ടമുള്ള അത്ര എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മളങ്ങ് ആർക്ക് വരയ്ക്കുക. അപ്പോൾ അടുത്തത് എന്താ ചെയ്യണ്ടേ? എയിൽ കുത്തുക. നേരത്തെ പോലെ തന്നെ എയിൽ കുത്തിയിട്ട് AB ലെങ്ത് എടുത്തിട്ട് ആർക്ക് വരയ്ക്കുക. അടുത്തത് എന്താ? അടുത്ത പോയിന്റ് കുത്തുക. Dയിൽ കുത്തുക. ഇപ്പം വന്ന ആർക്ക് നിന്നടത്തു എന്നുള്ള റേഡിയസ് എടുക്കുക, ആർക്ക് വരയ്ക്കുക. ഇനി അടുത്തത് സിയിൽ കുത്തുക. ആർക്കൊന്ന് നിന്നടത്തുനിന്ന് റേഡിയസ് എടുക്കുക, വീണ്ടും ആർക്ക് വരയ്ക്കുക. ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ് ബിന്ന് ഇപ്പോൾ ആർക്കൊന്ന് നിന്നടം വരെ ഉള്ളത് എടുക്കുക, റേഡിയസ് എടുക്കുക, എന്നിട്ട് വീണ്ടും ആർക്ക് വരയ്ക്കുക. അത് നമ്മുടെ പെരിമീറ്ററിൻ്റെ അവിടെ വന്ന് നിന്നോളൂ. കണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പം ഇൻവല്യൂട്ട് ഓഫ് സ്ക്വയർ ആയി. എന്നിട്ട് അതിന് പേര് കൊടുത്താൽ മതി. ഇവിടെ P കൊടുക്കുക, P1 കൊടുക്കുക, P2 കൊടുക്കുക, P3 കൊടുക്കുക. പിന്നെ കിട്ടിയോ? ഇത്രയേ ഉള്ളൂ. അപ്പം ഇൻവല്യൂട്ട് ഓഫ് സ്ക്വയർ ആയി.